ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത കാലത്ത് വെറും 9 കോടി രൂപ മുതൽ മുടക്കിൽ ഹോളിവുഡിൽ റിലീസായി 2000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ഒബ്സഷൻ എന്ന സിനിമയാണ്. ഈ സിനിമയുടെ വൺലൈൻ എന്തെന്നാൽ, ഈ സിനിമയിലെ നായകനായ ബെയർ തന്റെ കൂടെ ജോലി ചെയ്യുന്ന നിക്കി എന്നൊരു പെൺകുട്ടിയെ വൺ സൈഡായി സ്നേഹിക്കുന്നുണ്ട്. തന്റെ ഇഷ്ടം പലതവണ നിക്കിയെ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും നിക്കിയെ നേരിൽ കാണുമ്പോൾ തന്നെ കയ്യും കാലും വിറയ്ക്കുന്നതിനാൽ ഇതുവരെ അതിന് കഴിഞ്ഞതുമില്ല. ഇങ്ങനെ പോയാൽ തന്റെ ഇഷ്ടം ഒരിക്കലും നിക്കിയെ അറിയിക്കാൻ കഴിയില്ല എന്നോർത്ത് സങ്കടത്തിലിരിക്കുമ്പോഴാണ് വൺ വിഷ് വില്ലോ എന്നൊരു സാധനം ബെയറിന് കിട്ടുന്നത്. ഒരു മാന്ത്രിക മരത്തിന്റെ ചെറിയൊരു കമ്പായിരുന്നു ആ വൺ വിഷ് വില്ലോ ബോക്സിനകത്തുണ്ടായിരുന്നത്. ആ കമ്പിന് ഒരു പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചതിനു ശേഷം ആ കമ്പൊടിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം സാധിക്കുമെന്നാണ് വിശ്വാസം. ബെയറിന് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നുവെങ്കിലും ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലോ എന്നും കരുതി ആ വൺ വിഷ് വില്ലോ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനായി തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ താൻ സ്നേഹിക്കുന്ന നിക്കി തന്നെ ഭയങ്കരമായി സ്നേഹിക്കണമെന്നും എപ്പോഴും തന്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചതിനു ശേഷം ആ വൺ വിഷ് വില്ലോയുടെ സ്റ്റിക്ക് ഒടിക്കുകയാണ്. അതിനുശേഷം ബെയറിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് ഈ സിനിമയിലെ നായകനായ ബെയറിനെയും കൂട്ടുകാരായ നിക്കി, സാറ, ലാൻ എന്നിവരെ കാണിച്ചുകൊണ്ടാണ്. ഇവർ 4 പേരും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഷോപ്പിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഇതിൽ ബെയർ കുട്ടിക്കാലം മുതൽ തന്നെ തന്റെ കൂടെ ജോലി ചെയ്യുന്ന നിക്കിയെ വൺ സൈഡായി സ്നേഹിക്കുന്നുമുണ്ട്. കുട്ടിക്കാലം മുതലേ സ്നേഹിക്കുന്നുണ്ട് എങ്കിലും തന്റെ ഇഷ്ടം ഇതുവരെ നിക്കിയോട് പറയാനുള്ള ധൈര്യം ബെയറിനില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ബെയർ തന്റെ കൂട്ടുകാരനായ ലാനിനടുത്തിരുന്ന് നിക്കിയെ പ്രപ്പോസ് ചെയ്യാനുള്ള ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെയർ എത്രയൊക്കെ ട്രെയിനിങ് ചെയ്താലും നിക്കിയെ നേരിൽ കാണുമ്പോൾ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങും. ബെയർ ഇപ്പോൾ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് തന്റെ വളർത്തുപൂച്ചയായ സാൻഡി ചത്തു കിടക്കുന്നതായി കാണുന്നത്. ആ പൂച്ച എങ്ങനെയാണ് ചത്തതെന്ന് വെച്ചാൽ, ബെയർ താൻ കഴിക്കാറുള്ള ഓക്സിഡോൺ എന്നൊരു ഗുളിക തന്റെ റെസ്റ്റ് റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കഴിച്ചതിനാലാണ് ആ പൂച്ച ചത്തുപോയത്. ഓൾറെഡി തന്റെ ലവ് പറയാൻ കഴിയാത്തതിന്റെ സങ്കടത്തിലായിരുന്നു ബെയർ. ഇതും കൂടി ആയപ്പോൾ ബെയറിന് വളരെയധികം സങ്കടമാവുകയും ചെയ്തു. തന്റെ സങ്കടം കുറയ്ക്കുന്നതിനായി ബെയർ ഇൻസ്റ്റഗ്രാമിൽ കയറി നിക്കിയുടെ ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴതാ നിക്കിയുടെ ഫോൺ കോൾ വരുന്നു. ഹായ് ബെയർ, നാളെ ഞങ്ങൾ എല്ലാവരും ഒരു പാർട്ടിക്ക് പോകുന്നുണ്ട്, നീയും വരണം എന്ന് പറയാനായിരുന്നു നിക്കി വിളിച്ചത്. അത് കേട്ട് ബെയറിന് കുറച്ചൊക്കെ സന്തോഷമാവുകയും ഒപ്പം ഒരു ഐഡിയ തോന്നുകയും ചെയ്തു. നാളെ പാർട്ടിക്ക് പോകുമ്പോൾ നിക്കിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും നിക്കിയെ പ്രപ്പോസ് ചെയ്യണം. അതിനായി അടുത്ത ദിവസം രാവിലെ തന്നെ ബെയർ ഒരു ഗിഫ്റ്റ് ഷോപ്പിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ആ കടയിൽ നിന്നും ബെയറിന് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. അപ്പോഴാണ് ബെയർ ആ കടയിൽ വ്യത്യാസമായിട്ടുള്ള ഒരു സാധനം കാണുന്നത്, വൺ വിഷ് വില്ലോ എന്ന ആ സാധനം. ബെയർ ആ സാധനം എടുത്തപ്പോൾ ആ കടയിലെ ലേഡി ബെയറിനോട് ഈ സാധനം വാങ്ങിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല, എന്നാൽ ഈ സാധനം ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കംപ്ലൈന്റുമായി ഇവിടേക്ക് വന്നേക്കരുത് എന്ന് പറയുന്നുമുണ്ട്. ആ വൺ വിഷ് വില്ലോ എന്നത് ഒരു മാന്ത്രിക മരത്തിൽ നിന്നും എടുത്ത കമ്പായിരുന്നു. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചതിനു ശേഷം ആ കമ്പൊടിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം സാധിക്കുമെന്നാണ് വിശ്വാസം. ഇതിലെ നിബന്ധന എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഒരു തവണ മാത്രമേ വൺ വിഷ് വില്ലോയുടെ ശക്തി ഉപയോഗിക്കാൻ കഴിയൂ എന്നതായിരുന്നു. അതിനാലാണ് അതിന്റെ പേര് വൺ വിഷ് വില്ലോ എന്നായതും. എന്തായാലും ആ വൺ വിഷ് വില്ലോ ഒരെണ്ണം ബെയർ വാങ്ങുകയും ചെയ്തു. അതും വാങ്ങി ബെയർ അവിടെ നിന്ന് നേരെ പോയത് തന്റെ കൂട്ടുകാരെല്ലാവരും പോയ ആ പാർട്ടിക്കായിരുന്നു. അവർ 4 പേരും ആ പാർട്ടി നല്ലതുപോലെ എൻജോയ് ചെയ്യുകയും ചെയ്തു. പാർട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ ബെയർ നിക്കിയോട് ഞാൻ നിന്നെ കാറിൽ ഡ്രോപ്പ് ചെയ്യാമെന്നും പറയുന്നു. നിക്കി ആണെങ്കിൽ അതിനോക്കെ പറയുകയും ചെയ്തു. നിക്കിയെയും കൊണ്ട് പോകുന്ന വഴിയിൽ തന്റെ ലവ് നിക്കിയെ അറിയിക്കാനായിരുന്നു ബെയറിന്റെ പ്ലാൻ. എന്നാൽ എല്ലാ തവണത്തെയും പോലെ തന്നെ ഈ തവണയും നിക്കി അടുത്ത് വന്നപ്പോൾ തന്നെ ബെയറിന്റെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. അതിനാൽ തന്നെ തന്റെ ഇഷ്ടം പറയാൻ ബെയറിന് സാധിച്ചതുമില്ല. അങ്ങനെ തന്റെ വീടെത്തിയതും ബയ്യും പറഞ്ഞ് നിക്കി തന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴാണ് ബെയർ താൻ രാവിലെ വാങ്ങിയ വൺ വിഷ് വില്ലോ എന്ന സാധനത്തെ കുറിച്ച് ഓർക്കുന്നത്. അതിൽ വലിയ വിശ്വാസമൊന്നുമില്ലെങ്കിലും അതൊന്ന് പരീക്ഷിക്കാൻ ബെയർ തീരുമാനിക്കുകയാണ്. ആ വൺ വിഷ് വില്ലോയുടെ സ്റ്റിക്ക് കയ്യിലെടുത്ത ബെയർ നിക്കി ഈ ലോകത്ത് മറ്റാരേക്കാളും തന്നെ നന്നായി സ്നേഹിക്കണമെന്നും എപ്പോഴും തന്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്നും മനസ്സിൽ ആഗ്രഹിച്ചതിനു ശേഷം ആ വൺ വിഷ് വില്ലോയുടെ സ്റ്റിക്ക് ഒടിക്കുകയാണ്. ആ സ്റ്റിക്ക് ഒടിച്ചതും അതാ വീട്ടിലേക്ക് പോയ നിക്കി തിരികെ ബെയറിനടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ബെയറിനോട് എനിക്കാകെ
സ്വന്തമെന്ന് പറയാനുള്ളത് എന്റെ അച്ഛൻ മാത്രമാണ്. അച്ഛനാണെങ്കിൽ ഇപ്പോൾ ക്യാൻസർ ആണ്. അതിനാൽ അച്ഛനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുകയാണ്. അച്ഛനില്ലാത്ത ഈ വീട്ടിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതിനാൽ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ബെയറിന് എന്നടാ ഇത്, ഇപ്പോഴാണ് തന്റെ ആഗ്രഹം പറഞ്ഞ് ഈ സ്റ്റിക്ക് ഒടിച്ചത്. അതിനുള്ളിൽ തന്നെ തന്റെ ആഗ്രഹം സാധിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നിക്കിക്ക് ഡബിൾ ഓക്കെ പറഞ്ഞ് നിക്കിയെയും കൂട്ടി ബെയർ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയ ബെയർ നിക്കിയോട് നിക്കി നീ ആ റൂമിൽ കിടന്നോളൂ എന്നും പറഞ്ഞ് ഒരു റൂം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ നിക്കി ബെയറിനോട് നമ്മൾ രണ്ടുപേരും എന്തിനാണ് വേറെ വേറെ റൂമിൽ കിടക്കുന്നത്, നമുക്കൊരു റൂമിൽ തന്നെ കിടക്കാം എന്നും പറഞ്ഞ് നിക്കി ബെയറിന്റെ കൂടെ ബെയറിന്റെ റൂമിൽ തന്നെ കിടക്കുകയാണ്. അതും ബെയറിനോടൊപ്പം ബെയറിന്റെ കട്ടിലിൽ. അത് കണ്ട ബെയറിനാണെങ്കിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുമുണ്ട്. എങ്കിലും താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന പെൺകുട്ടി തന്റെ കൂടെ തന്റെ റൂമിൽ, അതും തന്നോടൊപ്പം തന്റെ കട്ടിലിൽ കിടക്കുന്നതിനാൽ തന്നെ ബെയർ വളരെയധികം സന്തോഷത്തിലുമായിരുന്നു. അങ്ങനെ ഒരുമിച്ച് കിടന്നിരുന്ന അവർ പതിയെ പതിയെ റൊമാൻസിലേക്ക് കടക്കുകയാണ്. അങ്ങനെ അവർ കിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് നിക്കി സ്വപ്നത്തിൽ എന്ന പോലെ ഞെട്ടി എഴുന്നേറ്റ് ഞാൻ എങ്ങനെയാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവൾ ഭ്രാന്തമായ രീതിയിൽ അലർന്നുമുണ്ടായിരുന്നു. എന്തോ അദൃശ്യമായ ഒരു ശക്തി അവളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പോലെയാണ് ബെയറിന് അത് കണ്ടിട്ട് തോന്നിയത്. എങ്കിലും പാർട്ടിക്ക് പോയപ്പോൾ ധാരാളം ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്തതിനാലാണ് നിക്കി ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് കരുതി ബെയർ അത് വലിയ കാര്യമാക്കിയതുമില്ല. കാരണം അതിനുശേഷം നിക്കി ബെയറിനടുത്ത് വന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന ബെയർ കാണുന്നത് മരിച്ചുപോയ തന്റെ പൂച്ചയായ സാൻഡിയുടെ ശരീരം നിക്കി കുഴിയിൽ നിന്നും തോണ്ടിയെടുത്തു കൊണ്ടുവന്ന് വീടിനകത്ത് ഒരു സ്മാരകം പണിത് വെച്ചിട്ട് അതിനു ചുറ്റും മെഴുകുതിരിയെല്ലാം കത്തിച്ചു വെച്ചിരിക്കുന്നതായാണ്. അത് കണ്ട ബെയർ നിക്കിയോട് എന്താ നിക്കി കാണിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അതിന് നിക്കിയും നീ ഒത്തിരി ആഗ്രഹിച്ചു വളർത്തിയ പൂച്ചയല്ലേ, അത് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ എന്ന് പറയുന്നു. അത് കേട്ട ബെയറിന് നിക്കിയുടെ മേൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാനും തുടങ്ങി. എങ്കിലും അതൊന്നും ബെയർ പുറത്തു കാണിച്ചതുമില്ല. അന്ന് രാത്രിയും നിക്കി ബെയറിനോടൊപ്പം തന്നെയാണ് കിടന്നുറങ്ങിയത്. രാത്രിയിൽ ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ ബെയർ അവിടെ കണ്ട കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അതായത് നിക്കി ആണെങ്കിൽ ആ മുറിയിലെ ഇരുട്ടിൽ തന്നെയും നോക്കിക്കൊണ്ട് കട്ടിലിന്റെ ഒരു മൂലയിൽ ഇരിക്കുകയാണ്. ബെയർ ഉണർന്നെന്ന് മനസ്സിലാക്കിയ നിക്കി ഇപ്പോൾ ഉറക്കെ കരയാൻ തുടങ്ങുകയാണ്. അതോടൊപ്പം അവൾ ബെയറിനോട് നീ എന്നെ സ്നേഹിക്കുന്നില്ല, നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്നും പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട ബെയർ നീ എന്തിനാണ് നിക്കി ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നിക്കിയെ സമാധാനിപ്പിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഉറക്കമെഴുന്നേറ്റ ബെയർ തനിക്ക് ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതെല്ലാം ഒരു സ്വപ്നമാണെന്ന് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ബെയർ നിക്കിയുടെ അടുത്ത് വന്ന് നിക്കി നിനക്കിന്ന് അവധിയാണല്ലോ, അതിനാൽ ഞാൻ ജോലിക്ക് പോയിട്ട് വരാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങുകയാണ്. അതിന് നിക്കിയും നീ എന്തിനാണ് ജോലിക്ക് പോകുന്നത്, നിനക്കെപ്പോഴും എന്റെ കൂടെ തന്നെ ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കുന്നു. അതിന് ബെയർ ഇല്ല നിക്കി, ജോലിക്ക് പോയാലേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോഴതാ വീടിന്റെ വാതിലെല്ലാം തുറക്കാൻ കഴിയാത്ത വിധം ഇൻസുലേഷൻ ടേപ്പ് വെച്ച് മുഴുവനായും ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ബെയർ തന്റെ അടുത്തു നിന്നും എവിടേക്കും പോകാതിരിക്കാനായി നിക്കി തന്നെയായിരുന്നു ആ കതക് മുഴുവനും ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചതും. അതെല്ലാം കണ്ട് ചെറിയ പേടി തോന്നിയ ബെയർ ആണെങ്കിൽ ഒരു തരത്തിൽ ആ ഇൻസുലേഷൻ ടേപ്പ് എല്ലാം പറിച്ചെടുത്ത് ഇല്ല നിക്കി, ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അത് കണ്ട നിക്കി ആണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മറക്കാതെ കഴിക്കണം എന്നും പറഞ്ഞ് ബെയറിന്റെ കയ്യിൽ ലഞ്ച് ബോക്സ് കൊടുത്തു വിടുകയും ചെയ്തു. ജോലി സ്ഥലത്തെത്തിയ ബെയറും തന്റെ കൂട്ടുകാരിയായ സാറയോട് നിക്കിയുടെ മാറ്റങ്ങളെ കുറിച്ചെല്ലാം പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സാറ ബെയറിനോട് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. നിക്കി ബെയറിനോട് അവളുടെ അച്ഛന് ക്യാൻസർ ആണെന്നും അതിനാൽ അച്ഛനെ ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുകയാണെന്നും എല്ലാം ബെയറിന്റെ കൂടെ താമസിക്കുന്നതിന് വേണ്ടി നിക്കി കള്ളം പറഞ്ഞതായിരുന്നു. മാത്രവുമല്ല നിക്കി ബെയറിനടുത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള ദിവസം സാറ നിക്കിയോട് ബെയറിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിരുന്നു. അതിന് നിക്കിയും ബെയറിനെ തനിക്ക് ഇഷ്ടമല്ലെന്നും ബെയറിനെ താനൊരു
ഒരു സഹോദരനെ പോലെയാണ് കാണുന്നതെന്നുമാണ് പറഞ്ഞത്. അതെല്ലാം കേട്ട് ബെയർ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. തന്റെ ആഗ്രഹം മനസ്സിലോർത്ത് ആ വൺ വിഷ് പില്ലോ സ്റ്റിക്ക് ഒടിച്ചതിന് ശേഷമാണ് നിക്കി ഇങ്ങനെ മാറിയിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം താനാണ്. ഓരോ ദിവസം കഴിയുന്തോറും അപകടകരമായ അവസ്ഥയിലേക്കാണ് നിക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. നിക്കിയുടെ ഉള്ളിൽ തെറ്റായ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അത് പക്ഷേ തന്നോടുള്ള പ്രണയമല്ല, ഒരു തരം ഭ്രാന്തമായ ആസക്തിയാണ്. അത് മനസ്സിലാക്കിയ ബെയർ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ എത്രയും വേഗം കണ്ടെത്തണമെന്നും തീരുമാനിച്ചു. അങ്ങനെ ബെയർ നിക്കി കൊടുത്തുവിട്ട ലഞ്ച് കഴിക്കാനായി പോവുകയാണ്. ലഞ്ച് ബോക്സ് തുറന്നു നോക്കിയ ബെയർ ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. കാരണം ചത്തുപോയ തന്റെ സാണ്ടിപ്പൂച്ചയായിരുന്നു നിക്കി ബെയറിനായി കുക്ക് ചെയ്ത് കൊടുത്തുവിട്ടിരുന്നത്. അത് കണ്ട ബെയർ ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ പേടിക്കുകയും ചെയ്തു. എങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ബെയർ വേറെ ആരോടും പറഞ്ഞതുമില്ല. അന്ന് ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ബെയറിനെ കൂട്ടുകാരൻ ലാൻ ആയിരുന്നു വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തത്. വീട്ടിലേക്ക് പോകുന്ന വഴി ലാൻ ബെയറിനോട് നിന്റെ ലവ് സക്സസ് ആയല്ലേ, നീയും നിക്കിയും ഇപ്പോൾ ഡേറ്റിംഗിലാണല്ലേ, പക്ഷേ നീയും നിക്കിയും ഡേറ്റിംഗിലായതിനു ശേഷം അവൾക്ക് എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അവളുടെ പെരുമാറ്റമെല്ലാം കണ്ടിട്ട് അവൾ നിന്നെ സ്നേഹിക്കുന്നത് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവൾക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണോ എന്ന് പരീക്ഷിക്കാൻ ഒരു ഐഡിയ പറയാം. ഇന്ന് വൈകിട്ട് എന്റെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. ഞാനത് നിക്കിയോട് പറഞ്ഞിട്ടുമില്ല. നീ വീട്ടിൽ പോയതിനു ശേഷം എനിക്ക് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്നും ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവളെ കൂട്ടാതെ പാർട്ടിക്ക് വരണം. അപ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാമല്ലോ. അത് കേട്ട ബെയറിനും അതൊരു നല്ല ഐഡിയയായി തോന്നുകയും അതൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ വീട്ടിലെത്തിയ ബെയർ കതക് തുറന്നു നോക്കുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ കണ്ട് വിറങ്ങലിച്ചു പോയി. രാവിലെ ബെയർ ജോലിക്ക് പോയപ്പോൾ നിക്കി എവിടെ നിന്നാണോ യാത്ര പറഞ്ഞയച്ചത് ആ സ്ഥലത്തു നിന്നും ഒരു ഇഞ്ച് കൂടി മാറിയിരുന്നില്ല. അവൾ അപ്പോഴും അവിടെ തന്നെയായിരുന്നു നിന്നിരുന്നത്. എന്തിനേറെ ഒന്ന് മൂത്രമൊഴിക്കാനായി ടോയ്ലറ്റിൽ പോലും പോകാതെ ആ നിന്നിരുന്ന സ്ഥലത്തു തന്നെയാണ് നിക്കി അതെല്ലാം നടത്തിയതും. അതെല്ലാം കണ്ട ബെയറിന് താൻ നിന്നിരുന്ന സ്ഥലം പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഒരു തരത്തിൽ ധൈര്യം വീണ്ടെടുത്ത ബെയർ നിക്കിയെ സമാധാനിപ്പിച്ച് ഫ്രഷായി വരാൻ പറഞ്ഞ് ടോയ്ലറ്റിൽ കൊണ്ടുചെന്നാക്കുകയാണ്. ഇത്രയൊക്കെ സംഭവിച്ചതിനാൽ തന്നെ തന്റെ കൂട്ടുകാരൻ ലാൻ പറഞ്ഞ ഐഡിയ പരീക്ഷിക്കണമോ എന്ന് ഒരു സംശയം ബെയറിനുണ്ടായിരുന്നു. എങ്കിലും നിക്കി ഇപ്പോൾ ടോയ്ലറ്റിലാണല്ലോ ഉള്ളത്. അതിനാൽ തന്നെ വലിയ അക്രമമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് കരുതി ബെയർ നിക്കിയോട് ഇന്ന് രാത്രി ലാനിന്റെ വീട്ടിൽ വെച്ച് എനിക്കൊരു പാർട്ടി ഉണ്ടെന്നും ഞാൻ ആ പാർട്ടിക്ക് പോയിട്ട് വരാമെന്നും പറയുകയാണ്. അതിന് നിക്കിയും ലാനിന്റെ പാർട്ടി ആണെങ്കിൽ ഞാനും വരാമെന്ന് പറയുന്നു. അതിന് ബെയറും ഇല്ല നിക്കിയും അത് ബോയ്സിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണ്, ബോയ്സിന് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറയുകയാണ്. അതിന് നിക്കി ഇല്ല ബെയർ, നീ കള്ളം പറയുന്നതാണ്. സാറ എന്നെ ഫോൺ വിളിച്ച് വൈകിട്ട് ലാനിന്റെ പാർട്ടിക്ക് വരണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ബെയർ ആണെങ്കിൽ നിക്കി പാർട്ടിക്ക് വരാൻ സമ്മതിച്ചതുമില്ല. അതിൽ കലിപ്പായ നിക്കി ടോയ്ലറ്റിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിക്കുകയാണ്. വേറെ വഴിയില്ലാതെ ബെയർ നിക്കിയെയും കൂട്ടി ലാനിന്റെ പാർട്ടിക്ക് പോവുകയാണ്. അങ്ങനെ പാർട്ടിയെല്ലാം വലിയ അലമ്പൊന്നുമില്ലാതെ അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ ജംഗ എന്നൊരു കളി കളിക്കാൻ തീരുമാനിക്കുന്നത്. ജംഗ എന്നാൽ ഒരു ബോക്സിനകത്ത് കുറെ കാര്യങ്ങൾ എഴുതിയ ചീട്ടുകൾ ഉണ്ടായിരിക്കും. എല്ലാവരും അതിൽ നിന്നും ഓരോരോ ചീട്ടുകൾ എടുത്ത് അതിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതുപോലെ ചെയ്യണം. ഇതാണ് കളി. ബോക്സിൽ നിന്നും ചീട്ടെടുത്ത ബെയറിന് കിട്ടിയതോ തന്റെ ഇടതുവശത്തുള്ളയാളെ കിസ് ചെയ്യുക എന്നതായിരുന്നു. ബെയറിന്റെ ഇടതുവശത്താണെങ്കിൽ കൂട്ടുകാരിയായ സാറയായിരുന്നു ഉണ്ടായിരുന്നത്. ഗെയിമിന്റെ റൂൾ അനുസരിച്ച് ബെയർ സാറയെ കിസ് ചെയ്യുകയും വേണം. അതെല്ലാം കണ്ട നിക്കിക്ക് കട്ട കലിപ്പാകുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ നിക്കി വേഗം വന്ന് സാറയെ അവൾ ഇരുന്നിരുന്ന കസേരയോട് കൂടി തന്നെ തള്ളി താഴെ വിട്ടതിനു ശേഷം ബെയറിന്റെ ഇടതുവശത്ത് വന്നിരുന്നിട്ട് ബെയറിന്റെ ഇടതുവശത്തുള്ളത് താനാണെന്നും അതിനാൽ ബെയർ തന്നെയാണ് കിസ് ചെയ്യേണ്ടതെന്നും പറയുന്നു. അതെല്ലാം കണ്ട് ആ പാർട്ടിക്ക് വന്നവരെല്ലാം നിക്കിയെ ഒരുമാതിരിയാണ് നോക്കുന്നതും. അവിടെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായി ബെയർ വേഗം നിക്കിയെ കിസ് ചെയ്യുകയും ചെയ്തു. അതേസമയം നിക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ഈ ബെയർ എന്റെ ആളാണ്, ഞാനല്ലാതെ വേറെ ആരും അവനെ സ്നേഹിക്കാൻ പാടില്ല, ഇനി ആരെങ്കിലും ബെയറിനെ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവരെ കൊന്നുകളയും എന്ന് പറയുന്നു. അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ബെയർ നിക്കിയോട് നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, എന്തിനാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊന്നുകളയും എന്നെല്ലാം പറയുന്നത്, അവരെല്ലാം നമ്മുടെ കൂട്ടുകാരല്ലേ എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചുറക്കുകയാണ്. അതിനുശേഷം നിക്കി ഇങ്ങനെയെല്ലാം ആയി മാറാൻ കാരണം താനാണെന്നും താൻ വൺ വിഷ് ബില്ലോ ഉപയോഗിച്ചതിനാലാണ് നിക്കി ഇങ്ങനെ ആയതെന്നും ഓർത്ത ബെയർ ആ വൺ വിഷ് ബില്ലോയുടെ കവർ എടുത്ത് ഇതെല്ലാം നേരെയാകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്.
അപ്പോഴാണ് ബെയർ ആ കവറിന് മുകളിൽ ഒരു കസ്റ്റമർ കെയർ നമ്പർ കാണുന്നത്. ഉടൻ തന്നെ ബെയർ ആ നമ്പറിലേക്ക് ഫോൺ ചെയ്ത് തന്റെ വിഷ് ക്യാൻസൽ ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയാണ്. അതിനവർ, എന്താ സാറേ, ഞങ്ങൾ ആ കവറിനകത്ത് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ളതല്ലേ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തവണ മാത്രമേ വൺ വിഷ് വില്ലോ ഉപയോഗിക്കാൻ കഴിയൂ. അങ്ങനെ ഉപയോഗിച്ചാൽ തന്നെ അത് ക്യാൻസൽ ചെയ്യാനോ വീണ്ടും മറ്റൊരു വൺ വിഷ് വില്ലോ യൂസ് ചെയ്യാനോ സാധിക്കുകയില്ല. വിഷ് ക്യാൻസൽ ചെയ്യാൻ മാത്രം വലിയ എന്താഗ്രഹമാണ് താൻ ചോദിച്ചത്. അതിന് ബെയറും, ഞാൻ വൺ സൈഡായി സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ഈ ലോകത്ത് എന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്നും അവൾ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറയുന്നു. അത് കേട്ട അയാൾ, അടിപൊളി, ഈ ആഗ്രഹം ക്യാൻസൽ ആകണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നീ മരിക്കണം, അതല്ലെങ്കിൽ അവൾ മരിക്കണം എന്ന് പറയുന്നു. അതെല്ലാം കേട്ട ബെയറിന് ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു എത്തും പിടിയും കിട്ടിയതുമില്ല. എന്തായാലും പ്രതിവിധിയില്ലാത്ത ഒരു പ്രശ്നമാണ് താൻ തലയിലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് മാത്രം ബെയറിന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെയറിന് ഒരു മെസ്സേജ് വരുന്നത്. അത് ബെയറിന്റെ കൂട്ടുകാരിയായ സാറയുടെ മെസ്സേജ് ആയിരുന്നു. ഞാൻ ഇവിടെ നിന്റെ വീടിന് വെളിയിൽ കാറിലുണ്ട്, ഒന്ന് ഇവിടെ വരെ വരാമോ എന്നായിരുന്നു മെസ്സേജ്. അത് കണ്ട ബെയറും തന്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ ഒരാളെ കിട്ടിയല്ലോ എന്നും കരുതി നിക്കി അറിയാതെ പതിയെ സാറയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴതാ നിക്കി ബെയറിനോട് സംസാരിക്കുന്നത്. ഹേയ് ബെയർ, ശബ്ദമുണ്ടാക്കല്ലേ, അവൾ ഉണരും. അവൾ ഉണർന്നാൽ പിന്നെ എന്നെ കൊണ്ട് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുകയില്ല. അവൾ ഉണരുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് എന്നെ കൊന്നിട്ട് പോയിക്കോളൂ എന്നും പറഞ്ഞ് ബെയറിനോട് കെഞ്ചുകയാണ്. അതായത് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. നിക്കി ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഉത്തരവാദി അവൾ ആയിരുന്നില്ല. അവളെ കൊണ്ട് അതെല്ലാം അവളുടെ ഉള്ളിലുള്ള ആരോ ചെയ്യിക്കുന്നതായിരുന്നു. അതെല്ലാം അവൾക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നുവെങ്കിലും അവൾക്ക് അവളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ബെയർ ഇപ്പോൾ തന്റെ വീടിന് വെളിയിൽ കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സാറയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ സാറയും ബെയറും കൂട്ടുകാരായിരുന്നുവെങ്കിലും സാറയ്ക്ക് ശരിക്കും ബെയറിനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അതിനാൽ സാറ ബെയറിനോട്, നിന്റെ കൂടെ ഡേറ്റിംഗിലായതിനു ശേഷം നിക്കി ശരിക്കും മാറിപ്പോയി. നിനക്ക് ശരിക്കും നിക്കിയെ പോലെയുള്ള വയലന്റ് ആയിട്ടുള്ള പെൺകുട്ടിയെ അല്ല വേണ്ടത്, എന്നെ പോലെ അടക്കമൊതുക്കമുള്ള പെൺകുട്ടിയെയാണ് വേണ്ടതെന്നെല്ലാം പറഞ്ഞ് ബെയറിനെ പ്രപ്പോസ് ചെയ്ത് കിസ് ചെയ്യാനായി വരികയാണ്. അതേസമയം അകത്തുറങ്ങിക്കിടന്നിരുന്ന നിക്കി അതാ കയ്യിൽ ഒരു കല്ലും പിടിച്ചുകൊണ്ട് അവരിരുന്നിരുന്ന കാറിന് വെളിയിൽ നിൽക്കുന്നതായി കാണിക്കുന്നു. എന്നിട്ട് ബെയറിനെ കിസ് ചെയ്യാൻ തുടങ്ങിയ സാറയെ ആ കല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലുകയും ചെയ്തു. അതെല്ലാം കണ്ട ബെയർ പേടിച്ചു വിറച്ചുപോയി. അവനാണെങ്കിൽ ഉറക്കെ അലറി കരയണമെന്നുണ്ടായിരുന്നു. എങ്കിലും തൊണ്ടയിൽ നിന്നും ശബ്ദമൊന്നും പുറത്തേക്ക് വന്നതുമില്ല. ഒരു തരത്തിൽ ബെയർ നിക്കിയോട്, നിക്കി, നീ എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? നിനക്കെന്താണ്, പ്രാന്താണോ എന്ന് ചോദിക്കുന്നു. അതിന് നിക്കിയും, അതെ, എനിക്ക് പ്രാന്താണ്, അത് നിന്നോടുള്ള പ്രാന്ത്. ഇവളെന്തിനാണ് നിന്നെ കിസ് ചെയ്യുന്നത്? ഞാൻ ആ പാർട്ടിയിൽ വെച്ച് ഓൾറെഡി എല്ലാവരോടും പറഞ്ഞതല്ലേ, ഞാനല്ലാതെ വേറെ ആര് നിന്നെ സ്നേഹിച്ചാലും ഞാൻ അവരെ കൊന്നുകളയും എന്ന്. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. വേറെ വഴിയില്ലാതെ ബെയറും നിക്കിയും ചേർന്ന് സാറയുടെ ശരീരം അവരുടെ വീടിനുള്ളിൽ തന്നെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെക്കുകയാണ്. അടുത്ത ദിവസം ബെയർ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതിനായി താൻ വൺ വിഷ് വില്ലോ വാങ്ങിയ അതേ കടയിലേക്ക് തന്നെ പോവുകയാണ്. ആ കടയിലാണെങ്കിൽ അന്നുണ്ടായിരുന്ന ലേഡി ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ബെയർ ആ കടയിലുണ്ടായിരുന്ന ആളോട്, ചേട്ടാ, ഞാൻ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഈ കടയിൽ നിന്നും വൺ വിഷ് വില്ലോ എന്നൊരു സാധനം വാങ്ങിയിരുന്നു. ആ സാധനം കാരണം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നങ്ങളെല്ലാം മാറ്റാനായി എനിക്കൊരു വൺ വിഷ് വില്ലോയും കൂടി വേണം എന്ന് പറയുന്നു. ആ കടയിലാണെങ്കിൽ ഇനി ആകെ 2 വൺ വിഷ് വില്ലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബെയർ അത് രണ്ടും വാങ്ങുകയാണ്. അപ്പോഴാണ് കടക്കാരൻ ബെയറിനോട് ഒരാൾക്ക് ജീവിതത്തിൽ ഒരു തവണ മാത്രമേ വൺ വിഷ് വില്ലോ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് പറയുന്നത്. അതോർത്ത ബെയർ ഇപ്പോൾ വൺ വിഷ് വില്ലോയുമായി തന്റെ കൂട്ടുകാരൻ ലാനിന്റെ അടുത്തേക്കാണ് പോയത്. എന്നിട്ട് ലാനിനോട് നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. താൻ ഈ വൺ വിഷ് വില്ലോ ഉപയോഗിച്ച് നിക്കി തന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്നും എപ്പോഴും തന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ച് ഇത് യൂസ് ചെയ്തതിനാലാണ് നിക്കി ഭ്രാന്ത് പിടിച്ചതുപോലെ തന്റെ പുറകെ നടക്കുന്നതെന്നും അതിനാൽ നീ ഈ വൺ വിഷ് വില്ലോ ഉപയോഗിച്ച് എന്റെ വിഷ് ക്യാൻസൽ ആകണമെന്ന് മനസ്സിലാഗ്രഹിച്ച് ഇതിനകത്തുള്ള സ്റ്റിക്ക് ഒടിച്ചെന്നെ സഹായിക്കണമെന്നും ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ, അതിനാലാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നതെന്നുമെല്ലാം പറയുന്നു. അതെല്ലാം കേട്ടലാന്, ഭ്രാന്ത് ശരിക്കും നിക്കിക്കല്ല, നിനക്കാണ്. ഈ കാലത്ത് ആരെങ്കിലും നീ പറയുന്നത് വിശ്വസിക്കുമോ? മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചതിനു ശേഷം സ്റ്റിക്ക് ഒടിച്ചാൽ അത് നടക്കും പോലും. നീ എന്റെ കൂട്ടുകാരനായി പോയി, അതിനാൽ നിനക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യാം എന്നും പറഞ്ഞ് ലാൻ ബെയറിന്റെ കയ്യിൽ നിന്നും ഒരു വൺ വിഷ് വില്ലോ വാങ്ങുകയാണ്. ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ബെയറിന്റെ കയ്യിൽ നിന്നും വൺ വിഷ് വില്ലോ വാങ്ങിയ ലാൻ ആണെങ്കിൽ ബെയർ പറഞ്ഞ ആഗ്രഹമായിരുന്നില്ല പറഞ്ഞത്. പകരം തനിക്ക് ധാരാളം പണം വേണമെന്നും ആഗ്രഹിച്ച് ലാൻ
താൻ ആ സ്റ്റിക്ക് ഒടിക്കുകയാണ്. അത് കണ്ട് കട്ടക്കലിപ്പായ ബെയർ തന്റെ ഒരു വൺവിഷ് വില്ലോ പോയല്ലോ എന്നും ഓർത്ത് തിരികെ തന്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഓരോ തവണ ബെയർ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയിട്ട് വരുമ്പോഴും ഓരോരോ ട്വിസ്റ്റുകളാണല്ലോ നടക്കുന്നത്. ഇത്തവണയും ഉണ്ടായിരുന്നു ഒരു ട്വിസ്റ്റ്. വീടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സാറയുടെ ഡെഡ് ബോഡി വീടിന് നടുക്ക് കൊണ്ടുവന്നു വെച്ചിട്ട് സാറ ധരിച്ചിരുന്ന ഉടുപ്പെല്ലാം ഊരി ഇപ്പോൾ നിക്കി ധരിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല നിക്കിയുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഒരു തോക്കും ഉണ്ടായിരുന്നു. ബെയറിനെ കണ്ട നിക്കി ബെയറിന്റെ നേരെ തോക്ക് ചൂണ്ടിയിട്ട്, നീ എപ്പോഴും എന്നെ ഒറ്റയ്ക്കാക്കി എവിടേക്കാണ് പോകുന്നത്? നീ ഇനി എന്നെ വിട്ട് എവിടെയും പോകാൻ പാടില്ല. നീ എന്റേതാണ്, എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാകണം. ഇനി എന്നെ വിട്ട് പോകാൻ നോക്കിയാൽ കൊന്നു കളയും ഞാൻ എന്ന് പറയുന്നു. അതെല്ലാം കേട്ട് ബെയർ ആണെങ്കിൽ പേടിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ബെയറിന്റെ വീടിന്റെ വാതിലും തുറന്നുകൊണ്ട് ബെയറിന്റെ കൂട്ടുകാരൻ ലാൻ, എടാ അളിയ, നീ പറഞ്ഞത് സത്യമായിരുന്നടാ. ഞാൻ ആ വൺവിഷ് വില്ലോ വെച്ച് ആഗ്രഹിച്ചതുപോലെ തന്നെ വീട് നിറയെ പണം വന്നടാ എന്നും പറഞ്ഞ് അവിടേക്ക് വരുന്നത്. എന്നാൽ ലാനിനെ കണ്ട നിക്കി ആണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുകൊണ്ട് ലാനിനെ ഷൂട്ട് ചെയ്യുകയാണ്. അതെ, നിക്കിയുടെ വയലൻസ് കൂടാൻ തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ നടുവിലേക്ക് ആര് വന്നാലും അവരെയെല്ലാം ഒരു മടിയും കൂടാതെ കൊല്ലാനുള്ള നിലയിലേക്ക് നിക്കി മാറിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ ബെയർ ഒരു തരത്തിൽ നിക്കിയെ സമാധാനിപ്പിച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കും വാങ്ങി ടോയ്ലറ്റിനകത്തേക്ക് പോവുകയാണ്. ടോയ്ലറ്റിനകത്ത് വന്ന ബെയർ ഇനിയും താൻ ജീവനോടെ ഉണ്ടെങ്കിൽ തന്റെ പേരിൽ നിക്കി എല്ലാവരെയും കൊല്ലും. അതിനാൽ ഇതിനെല്ലാം കാരണക്കാരനായ താൻ ഇനി ജീവനോടെ ഉണ്ടാകാൻ പാടില്ല എന്നും കരുതി ബെയർ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് സ്വയം വെടിവെച്ച് മരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതിനുള്ള ധൈര്യം ബെയറിനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ബെയർ താൻ നിന്നിരുന്ന ടോയ്ലറ്റിൽ താൻ കഴിച്ചുകൊണ്ടിരുന്ന ഓക്സിഡോൺ എന്ന ഗുളിക ഇരിക്കുന്നതായി കാണുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ബെയറിന്റെ വളർത്തുപൂച്ചയായിരുന്ന സാൻഡി ചത്തുപോയത് ഈ ഗുളിക കുറെയെണ്ണം ഒരുമിച്ച് കഴിച്ചായിരുന്നു. അതേ ഗുളിക കഴിച്ച് താനും മരിക്കാമെന്നും തീരുമാനിച്ച് ആ ബോട്ടിലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഗുളികയും എടുത്ത് ബെയർ കഴിക്കുകയാണ്. ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. പെട്ടെന്ന് ബെയറിന്റെ സ്വഭാവമെല്ലാം മാറുകയാണ്. നിക്കി അത്രയധികം ബെയറിന്റെ മേൽ ഒബ്സഷൻ ആയിരുന്നു, അതേ ഒബ്സഷൻ ഇപ്പോൾ ബെയറിന് നിക്കിയോടും തോന്നുകയാണ്. അതിനു കാരണം എന്തെന്നാൽ ബെയറിന് ആ ഷോപ്പിൽ നിന്നും 2 വൺവിഷ് വില്ലോ കിട്ടിയിരുന്നല്ലോ. അതിലൊരെണ്ണം തന്റെ കൂട്ടുകാരൻ ലാൻ പണം വേണമെന്നും ആഗ്രഹിച്ച് യൂസ് ചെയ്തു. ഇപ്പോൾ ബാക്കിയുണ്ടായിരുന്ന വൺവിഷ് വില്ലോ നിക്കി എടുത്ത് തനിക്ക് ബെയറിനെ എത്രയധികം ഇഷ്ടമാണോ അതുപോലെ ബെയറും തന്നെ സ്നേഹിക്കണമെന്നും ആഗ്രഹിച്ച് ആ വൺവിഷ് വില്ലോ സ്റ്റിക്ക് ഒടിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ നിക്കിക്ക് ബെയറിനോടുള്ള അതേ ഫീലിങ്സ് തന്നെയായിരുന്നു ബെയറിന് ഇപ്പോൾ നിക്കിയോടുമുള്ളത്. ബെയർ ഇപ്പോൾ നിക്കിയുടെ അടുത്തേക്ക് വന്ന് നിക്കിയെ കിസ് ചെയ്യുകയാണ്. അതേസമയം തന്നെ ബെയർ കഴിച്ച ആ ഗുളിക അതിന്റെ പണി തുടങ്ങിയിരുന്നു. ബെയറിന്റെ വായിൽ നിന്നും ഇപ്പോൾ നുരയും പതയും എല്ലാം വരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ നിക്കിയുടെ മടിയിൽ കിടന്ന് ബെയർ മരിക്കുകയും ചെയ്തു. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ബെയർ മരിച്ചു പോയത് കണ്ട നിക്കിയുടെ സകല കൺട്രോളും പോയി. ബെയർ ഇല്ലാത്ത ഈ ലോകത്തിന് താനും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നും കരുതി നിക്കി അവിടെ ഉണ്ടായിരുന്ന തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കാൻ പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് നിക്കി നോർമൽ ആവുകയാണ്. അതായത് നിക്കി ആ പഴയ നിക്കിയായി മാറിയിരിക്കുകയാണ്. വൺവിഷ് വില്ലോയുടെ കസ്റ്റമർ കെയറിലെ ആൾ ബെയറിനോട് പറഞ്ഞിരുന്നല്ലോ, ഇതെല്ലാം ശരിയാകണമെങ്കിൽ ഒന്നുകിൽ ബെയർ മരിക്കണം അല്ലെങ്കിൽ നിക്കി മരിക്കണം എന്ന്. ബെയർ ഇപ്പോൾ മരിച്ചതിനാൽ തന്നെ ആ വൺവിഷ് വില്ലോ ഉപയോഗിച്ച് ബെയർ ആഗ്രഹിച്ചതും ഇല്ലാതായിരിക്കുകയാണ്. അങ്ങനെയാണ് നിക്കി ഇപ്പോൾ പഴയതുപോലെ ആയതും. എന്നാൽ പഴയതുപോലെ ആയ നിക്കി തനിക്ക് ചുറ്റും നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഉറക്കെ അലറി കരയുകയാണ്. അതോടെ ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഞാൻ ഈ സിനിമയെ കുറിച്ച് ചെയ്ത എക്സ്പ്ലനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.